Welcome back to another accountancy online class. Today we are discussing basic accounting terms. Okay, basic accounting terms ne kurichana nammal innu charcha cheyyunnathu. Kayinja class il basic accounting terms nathu varuna business transaction adupole thanne assets inde classification aayittulla fixed assets, current assets, അതുപോലെ ഫിക്സഡ് അസറ്റ്സിൻ്റെ 4 ക്ലാസിഫിക്കേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലയബിലിറ്റീസ് എന്നുള്ള ടോപ്പിക്കാണ്. വാട്ട് യു മീൻ ബൈ ലയബിലിറ്റി? ലയബിലിറ്റീസ് ആർ ഡിനോട്ട് ദി എമൗണ്ട്സ് വിച്ച് എ ബിസിനസ് ഓസ് ടു അതേഴ്സ്. ഓസ് മീൻസ് ഇതാണ് കടപ്പെട്ടിരിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. ക്രെഡിറ്റ് എന്ന ഉദ്ദേശിച്ച് ടു അതേഴ്സ് ഐദർ ഫോർ മണി ബോറോവഡ് ഓർ ഫോർ ഗുഡ്സ് ആൻഡ് അസറ്റ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ സർവീസസ് റെൻറ്റഡ്. ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ടു അതേഴ്സ്. മറ്റുള്ളവരോടുള്ള കടപ്പാടിനെയാണ് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിന് സാധനം വാങ്ങുമ്പോൾ കസ്റ്റമറിൻ്റെ ലയബിലിറ്റി ആണ് എന്ത്? ക്യാഷ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത്. അതാണ് എന്ത്? ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ടു അതേഴ്സ് ഐദർ ഫോർ ക്രെഡിറ്റ് ഓർ സംതിങ് എൽസ്. ഓക്കെ, അപ്പോൾ അതിൽ വിച്ച് എ ബിസിനസ് ഓസ് ടു അതേഴ്സ് ഐദർ ഫോർ മണി ബോറോവഡ്, ഒന്നുകിൽ പണമായിട്ട് കടം വാങ്ങിയത്, ഓർ ഫോർ ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിയത്, ഓർ അസറ്റ്സ് പർച്ചേസ്ഡ് അല്ലെങ്കിൽ അസറ്റ്സുകൾ എന്തെങ്കിലും വാങ്ങിയത്, അസറ്റ്സ് കടത്തിനായിരിക്കും, അല്ലെങ്കിൽ ഓർ സർവീസ് റെൻറ്റഡ്, സർവീസസ് പ്രൊവൈഡ് ചെയ്തതിന്. ഇതിനെല്ലാം നമ്മൾ ക്യാഷ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ലയബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് ഫിക്സഡ് ഓർ ലോങ് ടേം ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ ഈസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് ആർ ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ ഷോർട്ട് ടൈമിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട, വിത്തിൻ 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുക. കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. Second one is fixed liabilities or long term liabilities. Long term liabilities are payable after a long period, usually more than 1 year. ഒരു വർഷത്തിന് ശേഷം കൊടുത്തു തീർത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലയബിലിറ്റീസിനെയാണ് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലോങ് ടേം ലയബിലിറ്റീസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിൾസ് ആണ് ബാങ്ക് ലോൺ. കറണ്ട് ലയബിലിറ്റീസിന് എക്സാമ്പിൾസ് ആണ് ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എക്സെട്ര. ഓക്കെ, ലയബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് ലോങ് ടേം ലയബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ. Capital refers to the money or money's worth introduced or invested by the owner into the business. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ അതിലേക്ക് കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യത്തിലുള്ളത്. പണത്തിൻ്റെ മണീസ് വർത്ത് മീൻസ് ഗുഡ്സ്, മെഷീനറീസ്, ഫർണിച്ചർ, ബിൽഡിങ് എക്സെട്ര. Capital means money or money's worth invested by the owner at the time of introduction of business. ബിസിനസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് അതിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് എന്തു പറയുക? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ് സ്റ്റാർട്ടിങ് സമയത്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓണർ കോൺട്രിബ്യൂട്ടിംഗ് എമൗണ്ട് ഈസ് കോൾഡ് capital. Okay, next one, drawings. Drawings is the amount of cash or assets withdrawn by the owner for his personal purpose. Drawing means withdrew cash or goods from the business for his personal use. ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ
അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് അല്ലെങ്കിൽ സാധനങ്ങൾ ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സിംപ്ലി വി ക്യാൻ സേ ഡ്രോയിങ് ഈസ് ദ എമൗണ്ട് ഓഫ് വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് by the proprietor from the business. Okay. Next one is revenue. Revenue represents the amount the business earns by selling its products or providing services to customers. എന്താണ് റവന്യൂ? റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. അതിൽ റവന്യൂ റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട്സ് ഏൺ ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സുകൾ വിൽക്കുന്നതിലൂടെ, സെയിൽ ഓഫ് പ്രോഡക്ട്സ് വിൽക്കുന്നതിലൂടെ, ഓർ സർവീസസ് റെൻറ്റഡ് ബൈസ് കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, കസ്റ്റമറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയോ പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയോ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ്, കിട്ടുന്ന എമൗണ്ടിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എക്സ്പെൻസസ്. Expenses denotes the cost incurred by a business in the process of earning revenues. റവന്യൂസ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവാകുന്ന എമൗണ്ട്, റവന്യൂസ് ഏൺ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന കോസ്റ്റിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്. റിസോഴ്സുകൾ കൺസ്യൂം ചെയ്യുന്നതിലൂടെ, അതായത് വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ചിലവാകുന്ന എമൗണ്ടിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈസ് എ ലോങ് ടേം ഇൻ നേച്ചർ. മിക്കവാറും എക്സ്പെൻഡിച്ചർ ലോങ് ടേം ആയിരിക്കും. ദീർഘകാലം നമ്മൾ ചിലവഴിക്കുന്നതിന് നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്തതാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Capital expenditure have been incurred derive long-term advantage for the business is called capital expenditure. ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോങ് ടേം അഡ്വാൻറ്റേജ്, അതായത് എക്സ്പെൻഡിച്ചർ വിച്ച് ഹാവ് ബീൻ ഇൻകേർഡ് ടു ഡിറൈവ് ലോങ് ടേം അഡ്വാൻറ്റേജ് ഫോർ ദ ബിസിനസ്. എക്സ്പെൻഡിച്ചർ മീൻസ് സിംപ്ലി എക്സ്പെൻസ്. ഓക്കെ. അപ്പോൾ അതിൽ എക്സ്പെൻസ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻസ് ക്യാഷായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് കൂടുതൽ കാലം ലോങ് ടേം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ചിലവഴിക്കുന്നതിൻ്റെ റിട്ടേൺ എന്ത് ചെയ്തു, ബെനിഫിറ്റ് കിട്ടുന്നത് കൂടുതൽ കാലം കഴിഞ്ഞിട്ട് ലോങ് ടേമിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Revenue expenditure, if the benefit of an item of expenditure expires within a 1 year, 1 ഇയറിനുള്ളിൽ നമുക്കതിൻ്റെ എക്സ്പെൻഡിച്ചർ കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് ആണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. സ്ഥാപനത്തിലേക്ക് ഫിക്സഡ് അസറ്റ്സ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ഒരു മെഷീനറി വാങ്ങുകയാണെങ്കിൽ ആ മെഷീൻസ് ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുക്കുക, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമുക്ക് 1 ഇയറിനുള്ളിൽ റിസീവ് ചെയ്യുന്നു. അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ. അപ്പോൾ അതിൽ ചിലവഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് 1 ഇയറിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, 1 ഇയർ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ കാലം കൊണ്ടാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ. നെക്സ്റ്റ് ടേം ഈസ് ലോസ്. ലോസ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ ഇൻകം. അതായത് വരവിനേക്കാളും നമുക്ക് ചിലവാണെങ്കിൽ അതെന്താണ്, ലോസാണ്. ലോസ് സാധാരണ നമ്മൾ പറയും വരവിനേക്കാളും ചിലവാണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ലോസ് ഈസ് ദ ഗ്രോസ് ഡിക്രീസ് ഇൻ ദി അസറ്റ്സ് ഓർ ഗ്രോസ് ഇൻക്രീസ് ഇൻ ദി ലയബിലിറ്റീസ്. അങ്ങനെയും പറയാം. അസറ്റ് കുറവാകുകയും ലയബിലിറ്റീസ് കൂടുതലാകുകയും ചെയ്തു കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. ഓക്കെ. ലോസ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ ഇൻകം ഈസ് കോൾഡ് ലോസ്. നെക്സ്റ്റ് ഇൻകം.
Income is the increase in the net worth of an organization either from business activities or other activities. എന്താണ് ഇൻകം എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയോ അല്ലാതെ മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെയോ ബിസിനസ്സിന് കിട്ടുന്ന എല്ലാ എമൗണ്ട്, ഓർഗനൈസേഷന് കിട്ടുന്ന എല്ലാ എമൗണ്ടിനെയും നമുക്ക് എന്താ പറയാം? ഇൻകം എന്ന് പറയാം. ഇൻകം ഈസ് ദ ഇൻക്രീസ് ഇൻ ദി നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് എന്താണ് ഇൻക്രീസ് ആകുന്ന എല്ലാ എമൗണ്ടും, അതായത് വരുമാനമായിട്ട് വരുന്ന എല്ലാ എമൗണ്ടും ഐദർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതേഴ്സ്, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ലാതെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ എമൗണ്ടിനും നമുക്ക് എന്താ പറയാം? ഇൻകം എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂസ് ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ എന്ത് ചെയ്യുന്നു? ഇൻകം കൂടുക ഏതിനേക്കാളും? എക്സ്പെൻസിനേക്കാളും. അതായത് റവന്യൂസ്, പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓർ ഇൻകം. റവന്യൂ എന്ത് ചെയ്യുന്നു? കൂടുതലാകുന്നു ഏതിനേക്കാളും? എക്സ്പെൻസിനേക്കാളും ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഈസ് കോൾഡ് പ്രോഫിറ്റ്. ഇത് റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. ഉടമസ്ഥരുടെ പണം ഇത് കൂട്ടുക എന്നുള്ളതാണ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ടേം ഗുഡ്സ്. ഗുഡ്സ് റെഫേഴ്സ് ടു കമ്മോഡിറ്റീസ്, പ്രോഡക്ട്സ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. ഒരു ട്രേഡർ, കച്ചവടക്കാരൻ ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീസ്, പ്രോഡക്ട്സ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് എന്തിനെ നമുക്ക് എന്ന് പറയാം? ഗുഡ്സ് എന്ന് പറയാം. ഗുഡ്സ് റെഫേഴ്സ് ടു കമ്മോഡിറ്റീസ് വിച്ച് ആർ പർച്ചേസ്ഡ് മെൻറ്റ് ഫോർ റീസെയിൽ. നമ്മൾ വീണ്ടും വിൽക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന കമ്മോഡിറ്റീസിനെയും നമുക്കെന്ന് പറയാം? ഗുഡ്സ് എന്ന് പറയാം. നെക്സ്റ്റ് പർച്ചേസസ്. Purchase, total amount of goods procured by a business concerned for both for cash and credit and are meant for sale is termed as purchase. അതായത് ബിസിനസ് ക്യാഷ് കൊടുത്തുകൊണ്ടോ ക്രെഡിറ്റിനോ വാങ്ങുന്ന എല്ലാ ഗുഡ്സിൻ്റെയും ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് പർച്ചേസ്. പർച്ചേസ് മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് procured by a business concerned both for cash and credit. Next one, sales. Sales refers to proceeds of goods sold or receipts or services rendered by the business. Business നൽകുന്ന സർവീസിലൂടെ കിട്ടുന്ന എമൗണ്ട്, അതേപോലെ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന എമൗണ്ട് എല്ലാം സെയിൽസ് ആണ്. സെയിൽസ് റെഫേഴ്സ് ടു പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ഫോർ സോൾഡ്, സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ, ഓർ റെസീവ്സ് ഫോർ സർവീസസ് റെൻറ്റേഡ്, സർവീസ് നൽകുന്നതിലൂടെ കിട്ടുന്ന എമൗണ്ട്, ഇതിനെല്ലാം നമുക്ക് സെയിൽസ് എന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റോക്ക്. സ്റ്റോക്ക് മീൻസ് ഗുഡ്സ് ലൈങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗിവൺ ഡേറ്റ് ആർ കോൾഡ് സ്റ്റോക്ക്. ഒരു പ്രത്യേക ഡേറ്റിൽ, നമ്മളൊരു ഇയർ എൻഡിൽ കണക്കാക്കുകയാണെങ്കിൽ ആ എൻഡിൽ, ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ, ഗുഡ്സ് ലൈങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ, വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഇതുവരെ പ്രത്യേക ഡേറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ഥാപനത്തിലുള്ള ഗുഡ്സിനെ എല്ലാം എന്ത് പറയും? സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടേം ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ്, ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾസ്. ഹു ഈസ് ഡെപ്റ്റർ? Debtor is a person who owes money to the business as he has received some benefit from the business. Debtor എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള വ്യക്തി. അയാൾക്ക് ഈ ബിസിനസ് സ്ഥാപനം കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടാവും. അതായത് ബിസിനസ്സിൽ നിന്ന് കടം വാങ്ങി പോകുന്ന ആളുകളെയാണ് ഡെപ്റ്റർ എന്ന് പറയുക. ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തിയാണ് എന്തു പറയുക? ഡെപ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റർ ഓർ അക്കൗണ്ട്സ് പേയബിൾ. ക്രെഡിറ്റർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എന്ന് ആരാണ്? എ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി ആസ് ഹി ഹാസ് ഗിവൺ സം ബെനിഫിറ്റ് ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ബെനിഫിറ്റ് ഉള്ള, അതായത് ബിസിനസ് സ്ഥാപനത്തിലേക്ക് കടം കൊടുത്തിട്ടുള്ള വ്യക്തികൾ, സാധാരണ സപ്ലയേഴ്സും മറ്റുള്ള ടീംസുകളൊക്കെയാണ് ബിസിനസ്സിലേക്ക് കടം കൊടുത്തിട്ടുള്ള വ്യക്തികൾ. അതായത് ബിസിനസ് സ്ഥാപനം ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള ആളുകളെയാണ് എന്ത് പറയുക? ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയാം. അപ്പോൾ എ ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓസ് മണി.
അതായത് ബിസിനസ് സ്ഥാപനം ആരോടാണോ കടപ്പെട്ടിരിക്കുന്നത്, ആർക്കാണോ ക്യാഷ് കൊടുക്കാനുള്ളത്, അവരെയാണ് എന്ത് പറയുക, ക്രെഡിറ്റർ എന്ന്